നമസ്കാരം, ഞാൻ നജീബ് കൊടുതല. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 1 kg ബീഫിൻ്റെ ബീഫ് കറിയാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ വീടുകളിൽ കുക്കറിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ. ആ വീഡിയോയിലൊക്കെ നമുക്ക് പോയാലോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ബീഫ് കറിക്ക് സവോള ചേർക്കുന്നില്ല, ചെറിയുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ വീടുകളിൽ 1 kg ബീഫ് വെക്കുവാണെങ്കിൽ ചെറിയുള്ളി മാത്രം ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം വേറെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 300 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് 1 കിലോ ബീഫിന് കേട്ടോ. ഈ ചെറിയുള്ളി നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു 6 ഉണ്ടമുളക് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കഴുകി വാരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1 kg ബീഫാണ് എടുത്തേക്കുന്നത്. പിന്നെ ബീഫ് വാങ്ങിക്കുമ്പോഴേ എപ്പോഴും പെടലിയും നെഞ്ചും അത് മിക്സ് ചെയ്ത് വാങ്ങിക്കണം കേട്ടോ. കാൽക്കുറക്, പെടലി, നെഞ്ചൊക്കെ മിക്സ് ചെയ്ത് വാങ്ങിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ പെടലിയും നെഞ്ചുമൊക്കെ കാണാനും ഭംഗി ഉണ്ടാവില്ല ഇറച്ചിക്ക്, പക്ഷേ ടേസ്റ്റ് എപ്പോഴും അത് തന്നെയാണ് കേട്ടോ. അതായത് കാൽക്കുറയിലെ ഇറച്ചിയാണ് കാണാൻ ഭംഗി, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലേശം നെയ്യ് കൂടി ഇടാൻ പറയണം, എന്നാലാണ് നെയ്യൊക്കെ വന്നാൽ ഇറച്ചിക്കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ബീഫ് കറിയെ കുക്കറിലാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. പക്ഷേ അതിന് മുന്നേ നമുക്കൊന്ന് മസാലയൊക്കെ വാട്ടാൻ വേണ്ടി നമ്മളൊരു ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട്. ഈ ഇതിൽ വാട്ടിയിട്ടാണ് കുക്കറിലേക്ക് എല്ലാം പകർത്തുന്നത് കേട്ടോ. എന്നിട്ട് അതിലാണ് കുക്കറിലാണ് വേവിക്കുന്നത്. ആദ്യം ഉരുളി അടുപ്പേ വെച്ച് തീ കത്തിക്കാൻ പോകണേ. അങ്ങനെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. ഒരു 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇത് രണ്ടിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി 300 ഗ്രാം, ഒരു 6 പച്ചമുളക് കേട്ടോ, അതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് കേട്ടോ. കല്ലുപ്പാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. അങ്ങനെ ചെറിയുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി കേട്ടോ, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കേട്ടോ. അപ്പോഴേ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് കേട്ടോ. അങ്ങനെ ഇറച്ചിക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് 2 തക്കാളിയും കുറച്ച് മല്ലിയും പുതിനയും കൂടി അരിഞ്ഞിടാം കേട്ടോ. ഇനിയുണ്ടല്ലോ കുക്കറിലേക്ക് പകർത്തിയിട്ട് വേവിക്കാം. ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ബീഫൊക്കെ ഇടാം. മസാല വാട്ടിയതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഇതൊന്ന് കഴുകി അങ്ങോട്ട് ഒഴിക്കാം വെള്ളം. ബീഫ് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബീഫിൻ്റെ മുകളിലേക്ക് വെള്ളം ഇങ്ങനെ വരരുത് കേട്ടോ. ഇത് താഴ്ത്തി ഇങ്ങനെ ഇത്രയും താഴ്ത്തി കിടന്നാൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും ആ വെള്ളം. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാവേ. അങ്ങനെ കുക്കറിനെ 6 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. 7ാമത്തെ കൂടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യണേ. ഇനി ആവി പോയിട്ട് നമുക്ക് ഉപയോഗിക്കാവേ. അങ്ങനെ നമ്മൾ ബീഫ് കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. നോമ്പായിരുന്നു, അതുകൊണ്ടാണ് വൈകുന്നേരം നമ്മൾ കറി ഉണ്ടാക്കിയ സമയത്ത് ടേസ്റ്റ് ചെയ്യാനത്. അപ്പോൾ നോമ്പ് തുറന്നിട്ടുണ്ട്. ഇനി ചൂട് പുട്ടങ്ങനെ
ആവി ഇങ്ങനെ പറന്നിട്ടിരിക്കാനായിട്ട് ചൂട് പൊട്ട് ആ ബീഫ് കറിയും കൂടി ഒരു പിടുത്തങ്ങോട്ട് പിടിക്കാൻ മതി. ഇനി ബീഫ് കറി നമുക്ക് എടുക്കാവേ. ബീഫ് കറി നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചാറും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബീഫ് കറിക്ക് അണ്ടിപ്പരിപ്പോ കസുകസോ ഒന്നും അരച്ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങാപ്പാലും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫ് കറി ഇതേപോലെ കഴിക്കുന്നതാണ് നല്ലത്. ആ ബീഫിൻ്റെ ആ തനിതായ ടേസ്റ്റ് ഇതിൽ കിട്ടും. ഓ ചൂടേ. ഉളപ്പം സാധനം കേട്ടോ. ഉളപ്പം എന്ന് വെച്ചാൽ ചൂട് പൊട്ടുന്ന ബീഫ് എൻ്റെ സാറേ. നമ്മുടെ ബീഫ് കറിയുടെ വീഡിയോയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.